വാട്ടർ ക്യാന് അതെ, നമ്മള് ബക്കറ്റും കൊണ്ട് ഒഴിക്കുന്നേക്കാട്ടും എന്തുകൊണ്ടും നല്ലതാണ് ഈ വാട്ടർ ക്യാൻ കൊണ്ട് ഒഴിക്കാന്. അപ്പൊ എല്ലായിടത്തേക്കും ഒരേപോലെ വെള്ളം എത്തും. ഓക്കെ, നൈസ് ടു മീറ്റ് യു. കണ്ടോ, ഇങ്ങനെ ഒരു സംഭവത്തിൽ നമസ്കാരം, സുമിയാണ്. ലൈഫ് ഓഫ് അരുൺ സുമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഞാനിപ്പോ നിൽക്കുന്നത് ഇവിടുത്തെ പൊണേല മാർക്കറ്റിന്റെ ഉള്ളിലാണ് കേട്ടോ. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ വന്നപ്പോൾ ഇവിടെ കുറെ ആൾക്കാർ പാത്രം ഉണ്ടാക്കുന്ന കണ്ടു. പാത്രം എന്ന് വെച്ചിട്ടുണ്ടെങ്കിലും ഈ ഷീറ്റ് കൊണ്ട്, നമ്മുടെ റൂഫിംഗ് ഷീറ്റ് അതുപോലത്തെ പല ഷീറ്റും കാര്യങ്ങളൊക്കെ കൊണ്ട് ഓരോരോ പാത്രങ്ങളും അതുപോലെ വെള്ളം നനയ്ക്കുന്ന ക്യാനൊക്കെ ഉണ്ടാവില്ല, വാട്ടറിങ് ക്യാന്, ചെറിയ ചെറിയ ചെമ്പുകളൊക്കെ ഉണ്ടാക്കണ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു ഇനി ഒരിക്കൽ വരുമ്പോ നിങ്ങൾക്ക് അത് കാണിച്ചു തരാം, ഒരു വീഡിയോ ഒക്കെ കാണിച്ചു തരാൻ വിചാരിച്ചിരുന്നു. അപ്പൊ നമ്മൾ ഇന്നിവിടെ നമ്മുടെ കിണറിന് ആവശ്യമായിട്ടുള്ള കുറച്ച് സാധനങ്ങളൊക്കെ, അപ്പൊ ഭയങ്കര ഒച്ചയാണ്. അപ്പൊ കിണറിന് ആവശ്യമായിട്ടുള്ള കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാൻ എന്താണ്. അപ്പൊ ഞാൻ വിചാരിച്ചു ഇന്ന് ആ വീഡിയോ എടുക്കാന്ന്. അപ്പൊ അരുണേട്ടൻ എല്ലാവരും കൂടെ ഉണ്ട്, ഞാൻ നിങ്ങൾക്ക് വീഡിയോ കാണിച്ചു തരാം കേട്ടോ. അപ്പൊ ഇതാണ് പാത്രം മേക്ക് ചെയ്യണ ഏരിയ എന്ന് പറയുന്നത്. ഈ ഭാഗത്തൊക്കെ കൂട്ടിയിട്ടേക്കുന്നത് വാട്ടർ ക്യാനുകളാണ് കേട്ടോ. ആ ഭാഗത്ത് കൂട്ടിയിട്ട് ഞാൻ കാണിച്ചു തരല്ല. ഇതൊക്കെ ഇവരുണ്ടാക്കിയിട്ടുള്ള പോട്ടുകളാണ്. അതായത് ഈ കമ്മ്യൂണിറ്റി പ്രോഗ്രാമുകളൊക്കെ വരുമ്പോൾ ഇവർക്ക് ഒരുപാട് ഭക്ഷണം കുക്ക് ചെയ്യേണ്ടി വരും. അപ്പൊ അതിനു വേണ്ടി ഇവരുണ്ടാക്കുന്ന പാത്രമാണ് കേട്ടോ. ഇത് ഇവിടുത്തെ ലോക്കൽ പാത്രങ്ങളാണ്. സാധാരണ നല്ല പാത്രങ്ങൾ വലിയ ഷോപ്പുകളിൽ കിട്ടും, പക്ഷെ ആൾക്കാർ വാങ്ങുന്നത് ഇങ്ങനത്തെ പാത്രങ്ങളാണ് കേട്ടോ. കണ്ടോ, ഇതൊക്കെ ഷീറ്റുകൾ വളച്ചിട്ടുണ്ടാക്കുന്ന പാത്രമാണ്. കുറച്ച് വലുത്, ഇത് അതിന്റെ ചെറുത്. അതായത് ഈ പഴയ ഷീറ്റുകളൊക്കെ ഉണ്ടാവല്ലോ, അതൊക്കെ വളച്ചിട്ടുണ്ടാക്കുന്നതാണ്. കണ്ടോ, ഇങ്ങനത്തെ പാത്രങ്ങള്. ഇത് ഇവര് കുക്ക് ചെയ്യണ അടുപ്പാണിത്. നമ്മളൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു വില്ലേജിലൊക്കെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. ഇതൊക്കെ ഇവര് ഇവിടെ ഉണ്ടാക്കുന്നതാട്ടോ. ഇതിന്റെ നടുവിൽ മണ്ണുകൊണ്ട് ഉണ്ടാക്കിയതാണ് ഓരോ ഓട്ടകള്. കരിയൊക്കെ താഴ്ത്തിക്ക് അതിന്റെ ഇത് ചാടാൻ വേണ്ടി, ചാരം ചാടാൻ വേണ്ടിയിട്ടാണ് ഈ ഓട്ട. വേണ്ടോ, ഇങ്ങനത്തെ അടുപ്പുകളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എന്താ വാട്ടർ ക്യാനുകളൊക്കെ ഉണ്ടാക്കി വെച്ച് കണ്ടോ. അപ്പൊ ഇതാണ് ഈ ഒരു സ്ഥലത്തിന്റെ ഓണർ കേട്ടോ. അപ്പൊ നമ്മൾ ഈ ഒരു വാട്ടർ ക്യാൻ മേടിച്ചിട്ടുണ്ട്. മജാവിന്റെ കയ്യിലിരിക്കണ്ടായിരുന്നു, മജാവോടെ വെച്ചിട്ടുണ്ട്. ഇതാണോ? ആ, ഇതാണ് നമ്മൾ മേടിച്ച വാട്ടർ ക്യാന്. അതെ, നമ്മള് ബക്കറ്റും കൊണ്ട് ഒഴിക്കുന്നേക്കാട്ടും എന്തുകൊണ്ടും നല്ലതാണ് ഈ വാട്ടർ ക്യാൻ കൊണ്ട് ഒഴിക്കാന്. അപ്പൊ എല്ലായിടത്തേക്കും ഒരേപോലെ വെള്ളം എത്തും. നല്ലതാണ് കേട്ടോ. ഇതിന് 8000 മലാവി കോച്ചാണ് ഇവർ പറയുന്നത്. ഇതുണ്ട്, ഇതൊക്കെ ഇതുപോലെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള വാട്ടർ ക്യാനാണ് കേട്ടോ. ഒരുപാട് ഇതൊക്കെ ഇതുപോലെ വിറ്റ് പോകും കേട്ടോ. കാരണം എല്ലാവർക്കും ആവശ്യമുള്ളതാണ്. എല്ലാവരും ഫാമിങ് ചെയ്യുമ്പോൾ വെള്ളം ഒഴിക്കാൻ ഈ വാട്ടർ ക്യാനുകളാണ് ഇവിടെ ഉപയോഗിക്കാറുള്ളത്. വേണ്ട, ഇതൊക്കെ ഇതിന്റെ ഓരോ ഏരിയകൾ, ഇതുപോലത്തെ ഓരോ ഷീറ്റുകൾ ഉണ്ടാകും. അതൊക്കെ വളച്ചൊടിച്ച് ഇവർ വാട്ടർ ക്യാൻ ഉണ്ടാക്കുന്നതാണ് കേട്ടോ. കണ്ടോ, ഓരോന്നിനും ഓരോ ഏരിയ ആണ്. ഇതുണ്ടോ, ഈ വാട്ടർ ക്യാനിന്റെ ഈ ഭാഗത്ത് കണ്ടോ കുറെ ഓട്ടകൾ കണ്ടോ. അപ്പൊ ഈ ഓട്ട എങ്ങനെ ഉണ്ടാക്കണമെന്ന് ഞാൻ കാണിച്ചു തരാം. ഇവിടെ അതാ ഈ ഒരു ചേട്ടൻ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. കണ്ടോ, യുവർ നെയിം? ഓക്കെ, നൈസ് ടു മീറ്റ് യു. കണ്ടോ, ഇങ്ങനെ ഒരു സംഭവത്തിൽ water losses for water leakage. Okay. Yeah. We do like this, laying like this one. Yeah. Your name is Sumi. Sumi. Okay, from where? India. India. Malawi? Yeah. That's good. Okay. Sometimes I need to go to India. Then we do like this. അപ്പം നമുക്കിപ്പോൾ ഇതിങ്ങനെ കാണിച്ചു തന്നിരിക്കുന്ന ചേട്ടന് നല്ലൊരു അടിപൊളി ചേട്ടനാണ് കേട്ടോ. എല്ലാം അങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് ഇങ്ങനെ പറയുന്നുണ്ട്. ആൾക്ക് അത്യാവശ്യം ഇംഗ്ലീഷ് അറിയാം കേട്ടോ. അപ്പോൾ ഇംഗ്ലീഷ് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഇത് ചെയ്യാനാണ് അദ്ദേഹം പറഞ്ഞു തരുന്നത്. നന്നായിട്ട് പറഞ്ഞു തരുന്നുണ്ട് കേട്ടോ. അത്
ഇവിടെ വെക്കണം, ഇത് അങ്ങനെ ആക്കണം, ഇങ്ങനെ അടിച്ച് പരത്തണം, താത്തണം എന്നൊക്കെയുള്ള കാണിച്ചു തരുന്നുണ്ട്. നല്ലൊരു ചേട്ടനായിരുന്നു. അങ്ങനെ ഓരോ പണി ചെയ്യാനും ഓരോരോ ആൾക്കാരാണ് കേട്ടോ ഇതിലുള്ളത്. അപ്പം ഇവിടെ ഈ ഒരു ചേട്ടൻ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ വാട്ടറിംഗ് ക്യാൻ്റെ അടിഭാഗത്ത് വെക്കാനുള്ള ആ ഒരു ഷീറ്റാണ് ശരിയാക്കുന്നത്. ഷീറ്റിലുള്ള മടക്കുകളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഒരു ചുറ്റിക വെച്ചിട്ട് അടിച്ച് നിവർത്തുകയാണ്. അടിച്ച് നിവർത്തി അത് ഒരു നല്ലൊരു പ്ലെയിൻ ആയിട്ടുള്ളൊരു ഷീറ്റാക്കി എടുക്കാൻ പോവുകയാണ് കേട്ടോ ആ ചേട്ടൻ. അപ്പം ഓരോരുത്തരും ഓരോരോ സെക്ഷനായിട്ട് ഇരുന്നിട്ടാണ് അത് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു അടിഭാഗത്തെ ആ ഒരു ഷീറ്റിൻ്റെ ഒരു റൗണ്ട് സാധനം അടിച്ച് പരത്തിയതിന് ശേഷം ഇങ്ങനത്തെ ഒരു മെഷീനിൽ വെക്കും. എന്നിട്ട് ഇത് തിരിച്ച് ഇതിൽ ഓരോ ഡിസൈൻസ് ഉണ്ടാക്കിയെടുക്കാൻ കേട്ടോ ചെയ്യുക. അത് നമുക്ക് കാണാം എങ്ങനെയാണ് ഡിസൈൻസ് ഉണ്ടാക്കണ്ടോ. ഇങ്ങനെ തിരിച്ച് ഒരു പൂ പോലത്തെ ഡിസൈന് അവരുടെ ആ ഒരു വാട്ടറിംഗ് ക്യാനിൻ്റെ ഒരു ഭംഗി കൂട്ടാൻ വേണ്ടിയിട്ടാണ് ഇപ്പം അങ്ങനെ ചെയ്യുന്നത്. കാരണം അവരുണ്ടാക്കുന്നതിനൊരു ഐഡൻറ്റിറ്റി എന്നൊക്കെ പറയുന്ന പോലെ ഒരു ഡിസൈൻ, അവരുടേതായിട്ടുള്ളൊരു ഡിസൈനാണ് ഇപ്പോൾ ഉണ്ടാക്കുന്നത്. കണ്ടോ, ഒരു പൂ പോലെ ഒരു വര ഉണ്ടാക്കിയെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അറ്റ് എ ടൈം 2 ഷീറ്റൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ഡിസൈൻ ഉണ്ടാക്കാം കേട്ടോ. ഇപ്പോൾ ഈ ചേട്ടൻ ഉണ്ടാക്കിയിട്ടുള്ളത് 2 എണ്ണം വെച്ചിട്ടാണ്. അപ്പോൾ എന്തായാലും പുറം ഭാഗം കാണാൻ കണ്ടില്ല, ഒരു റെഡ് പെയിന്റ് അതായത് റെഡ് കോട്ടിങ്ങിൽ ആ ഒരു ഡിസൈൻ വന്നപ്പോൾ കാണാൻ നല്ല ഭംഗിയുണ്ട്. ഇങ്ങനത്തെ സാധനം ഉണ്ടാക്കുന്ന കാണിച്ചരാ. ഇതിവിടെ ചേട്ടൻ ഉണ്ടാക്കുന്നുണ്ട് കണ്ടോ. അപ്പോൾ അങ്ങനെ പരത്തി, അതായത് അടിഭാഗത്ത് നമ്മൾ നേരത്തെ കണ്ടല്ലോ ഒരു ഡിസൈൻ ഉണ്ടാക്കുന്ന ആ ഒരു ഡിസൈനുള്ളൊരു പ്ലേറ്റ് ഈ ഒരു ക്യാനിൻ്റെ അടിയിൽ വെച്ചിട്ട് അതുമായിട്ട് ജോയിൻ ചെയ്യുന്നതാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. എല്ലാ ഭാഗവും ചുറ്റിക കൊണ്ട് അടിച്ച് മുകളിലേക്ക്, അതിൻ്റെ ചെറിയൊരറ്റം മുകളിലേക്ക് അടിച്ച് അമർത്തി വെക്കുകയാണ്. അങ്ങനെയാണ് ഇവിടെ ക്യാനിൻ്റെ അടിഭാഗം സെറ്റ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഈ കാണുന്നതൊക്കെ വലിയ ചെമ്പുകളാണ്. അപ്പോൾ ഞാൻ അരുണേട്ടനോട് ചോദിക്കുന്നത് ഇതിൻ്റെ അടിഭാഗത്ത് ചില ചെമ്പിൻ്റെ അടിഭാഗത്ത് ഓട്ടയുണ്ട്. അപ്പം ഞാൻ ചോദിച്ചപ്പോൾ അരുണേട്ടൻ പറഞ്ഞത് ഓയിൽ ഡ്രമ്മൊക്കെയാണെന്ന്. അതൊക്കെ മുറിച്ചിട്ട് ഇവർ പാത്രം പോലുള്ളതാക്കി സെറ്റ് ചെയ്തേക്കുന്നതാണ് എന്നോട് അരുണേട്ടൻ പറഞ്ഞ്. കണ്ടിട്ട് നമുക്ക് അങ്ങനെയായിട്ട് തോന്നുന്നത്, നമുക്കറിയാമല്ലോ ഡ്രം കണ്ടാലുള്ളത്. അപ്പം ഓരോ ഭാഗത്തും ഓരോരുത്തരായിട്ട് ഇത് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ ചേട്ടനിവിടെ വാട്ടറിംഗ് ക്യാനിൻ്റെ ആ ഒരു ഹൈറ്റുള്ളൊരു സംഭവം ഉണ്ടല്ലോ, അതാണ് ഈ ചേട്ടൻ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഓരോരുത്തർക്കും ഓരോ സെക്ഷനായിട്ട് ഓരോന്ന് ഉണ്ടാക്കാനാണ് കൊടുത്തിട്ടുള്ളത്. ഒരു ദിവസം ഇത്ര എണ്ണം ഉണ്ടാക്കണം എന്നുള്ള ഒരു കണക്കിലായിരിക്കും ചിലപ്പോൾ ഇവരുടെ ജോലിയൊക്കെ. അങ്ങനെ ആയിരിക്കണം. പിന്നെ ഇവിടെ നിന്നൊക്കെ എന്ന് വെച്ചാൽ അങ്ങനെ ഒരുപാട് വലിയ പൈസകളൊന്നും ഇവിടുത്തെ പണിക്കാർക്ക് കിട്ടില്ല കേട്ടോ. നമ്മുടെ നാട്ടിലത്തെ പൈസ ക്യാഷ് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ കുറവായിരിക്കും ഇവിടത്തേക്ക് കൂലി എന്ന് പറയുന്നത്. അങ്ങനെ ഓരോ സ്ഥലത്തും ഓരോരുത്തരായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെയൊക്കെ എനിക്ക് തോന്നുന്നു ഡ്രമ്മിനെക്കാട്ടും പാത്രത്തിനെക്കാട്ടിലും ഏറ്റവും കൂടുതൽ ഉണ്ടാക്കുന്നത് വാട്ടറിംഗ് ക്യാനാണ് തോന്നുന്നു. ഇതുപോലത്തെ ഷീറ്റ് ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇവിടെ 2 തരത്തിലുള്ള ഷീറ്റുകൾ ഉപയോഗിക്കുന്നുണ്ട്. റൂഫിംഗ് ഷീറ്റിൻ്റെ കൊണ്ട് അടിച്ച് പരത്തി ഉണ്ടാക്കുന്നുണ്ട്, ഇതുപോലെ പ്ലെയിൻ ആയിട്ടുള്ള ഷീറ്റ് കൊണ്ട് അടിച്ച് പരത്തി ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ ഈ ചേട്ടൻ ഉണ്ടാക്കുന്നത് നമ്മൾ നേരത്തെ ഒരു ഓട്ട ഇടുന്നത് കണ്ടില്ലേ, അപ്പോൾ ആ ഒരു സാധനം ഫിക്സ് ചെയ്യുന്ന ഒരു ഫണൽ പോലുള്ള ഒരു സംഭവം ഉണ്ടല്ലോ, അതാണ് ഇപ്പോൾ കണ്ടില്ല അവിടെ 4 എണ്ണം ഉണ്ടാക്കി വെച്ചേക്കുന്നത്. അതാണ് ഇവിടെ ഈ ചേട്ടൻ ഇരുന്ന് ഉണ്ടാക്കുന്നത് കേട്ടോ. കണ്ടോ, ഉണ്ടാക്കി വെച്ചൊക്കെ നല്ല ക്വാളിറ്റിയിൽ നല്ല ഭംഗിയിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. എന്താ പറയുക, പണി നല്ല പെർഫെക്റ്റ് ആയിട്ടാണ് അവർ ചെയ്യുന്നത്. അപ്പോൾ ആ ഉണ്ടാക്കി വെച്ച ഒരു സാധനം ആ ചേട്ടനെ അവിടെ ഒന്ന് ഫിക്സ് ചെയ്ത് കാണിച്ചു തന്നെ കേട്ടോ. ഞങ്ങൾ ഇങ്ങനെയാണ് ഉണ്ടാക്കുന്നത്, ഇതിൽ വെക്കാനുള്ളതാണെന്നൊക്കെ പറഞ്ഞ്. ചിലർ വിചാരിക്കും നമ്മളിത് ആദ്യമായിട്ട് കാണുകയാണ്, അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളത് നമുക്ക് പറഞ്ഞു തരാമല്ലോ എന്നുള്ള രീതിയിലും അവർ നമ്മൾക്ക് പറഞ്ഞു തരുന്നുണ്ട് കേട്ടോ. കാരണം നമ്മുടെ ഇന്ത്യയിൽ ചിലപ്പോൾ ഇങ്ങനത്തെ ഉണ്ടാവില്ല, ഇവിടെയായിരിക്കും ഉള്ളത്. അതുകൊണ്ടാണ് നമ്മൾ എടുക്കുന്നത് വിചാരിച്ചിട്ടായിരിക്കും ചിലപ്പോൾ അവർ അങ്ങനെ കാണിച്ചു തരുന്നത്. പക്ഷേ ഇവർക്കൊക്കെ ഭയങ്കര സന്തോഷമാണ് കേട്ടോ നമ്മൾ ഇവരുടെ ഇടയ്ക്ക് ഇറങ്ങി ചെന്ന് വീഡിയോ എടുക്കണതൊക്കെ. നമ്മൾ വീഡിയോ എടുക്കാൻ പോണതിന് മുന്നേ തന്നെ ഇവരോട് പറയും ഞങ്ങൾ വീഡിയോ എടുത്തോട്ടെ, പെർമിഷൻ മേടിച്ചിട്ടാണ് ഞാൻ ഇവരുടെയൊക്കെ വീഡിയോ എടുക്കാറുള്ളത്. അതുകൊണ്ട് തന്നെ ഇവർക്ക് നമ്മളോട് ദേഷ്യം ഉണ്ടാവില്ല. നമ്മളിപ്പോൾ പെർമിഷൻ എടുക്കാതെ ഫോണും കൊണ്ട് ഉള്ളിലേക്ക് ഇടിച്ച് കയറി ചെന്ന് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രശ്നങ്ങളായിരിക്കും, അവർ സമ്മതിക്കൊന്നും ഉണ്ടാവില്ല. പക്ഷെ നമ്മൾ ഇവരോട് നല്ല സംസാരിച്ച്
അവരോട് നല്ല ഗുഡ് മോർണിംഗും ഗുഡ് ആഫ്റ്റർനൂൺ ആണെങ്കിൽ ഗുഡ് ആഫ്റ്റർനൂൺ ഒക്കെ പറഞ്ഞ്, അല്ലെങ്കിൽ അവരെ ചിച്ചേവേ തന്നെ നമ്മളിപ്പം മുടിപാഞ്ചിയും അതൊക്കെ സംസാരിക്കാൻ തന്നെ അവർക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ. അപ്പം നല്ല ഹാപ്പി ആയിട്ടാണ് ഞാൻ അതിൻ്റെ ഉള്ളിൽ നിന്ന് വീഡിയോ എടുത്തത്. അപ്പോൾ ഇത്ര നേരം നമ്മൾ വാട്ടർ ക്യാൻ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ കാണുന്നത് ഇത് ചാർക്കോളിൻ്റെ അടുപ്പാണ് കേട്ടോ. പക്ഷേ ഇത് ഫുള്ളായിട്ട് ഉണ്ടാക്കുന്ന ഒരു വീഡിയോ എടുക്കാൻ നമുക്ക് പറ്റിയില്ല. അതിന് മുന്നേ അവർ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അതിൻ്റെ ലാസ്റ്റത്തെ ആ ഒരു മിനുക്ക് പണി മാത്രമേ നമുക്ക് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഈ അടുപ്പ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ അതിൻ്റെ ഒരു നിർമ്മാണം നമുക്ക് എടുക്കാൻ കഴിഞ്ഞില്ല കേട്ടോ. അതിന് മുന്നേ അവർ ഉണ്ടാക്കി കഴിഞ്ഞതുകൊണ്ടാണ്. അപ്പോൾ ഇനിയൊരു ദിവസം അങ്ങനെ ഒരു അവസരം കിട്ടുകയാണെങ്കിൽ ഞാൻ അത് കാണിച്ചു തരുന്നുണ്ട് കേട്ടോ, അടുപ്പ് എങ്ങനെയാണ് അവർ ഉണ്ടാക്കിയത് എന്നുള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് അറിയുന്നത് ഞാൻ ഇവിടെ എങ്ങനെയാണ് ഇവർ വാട്ടർ ക്യാൻ ഉണ്ടാക്കണം അല്ലെ ചട്ടി ഉണ്ടാക്കണം എന്നാ കാണിച്ചു തന്നെ. പ്രോപ്പറായിട്ട് കാണിക്കാൻ പറ്റിയിട്ടില്ല, കാരണം ഇവിടെ ഇവർ ജോലി ചെയ്യുന്ന സ്ഥലമാണ്. അപ്പോൾ അവർ ഭയങ്കര സ്പീഡിൽ ഓരോന്നും ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇവിടെ ഇപ്പോൾ മെയിനായിട്ട് ഉണ്ടാക്കുന്നത് വാട്ടർ ക്യാന്, ചെമ്പ്, അടുപ്പൊക്കെയാണ് ഉണ്ടാക്കുന്നത്. ഇപ്പോൾ വാട്ടർ ക്യാൻ ഉണ്ടാക്കുന്നതിൻ്റെ ചെറിയ ചെറിയ പോർഷൻസ് ഒക്കെ ഞാൻ കാണിച്ചു തന്നില്ല, അങ്ങനെയാണ് ഉണ്ടാക്കുന്നത്. അപ്പം ഇതുപോലെ ഇതിൻ്റെ ഉള്ളിൽ കുറേ കാര്യങ്ങളൊക്കെ കാണാനുണ്ട്. അങ്ങനെ ഫ്രീ ടൈം കിട്ടുമ്പോൾ ഞാൻ ഇങ്ങനത്തെ ഓരോ വീഡിയോസൊക്കെ ആയിട്ട് വരണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനത്തെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ കൂടുതൽ കാഴ്ചകളും വിശേഷങ്ങളുമായിട്ട് അടുത്തൊരു എപ്പിസോഡിൽ വരാം. അതുവരേക്കും ബൈ ബൈ.